ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം ഉണ്ട്, അതായത് ഫാമിലിയിൽ മാമിയുടെ മോൻ്റെ കല്യാണം. അപ്പോൾ അത് കടുവയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മക്കളൊന്നുമില്ല, മക്കളൊക്കെ ട്യൂഷന് പോയി, പിന്നെ സ്കൂളുണ്ട് ഇന്ന്. അപ്പോൾ അവരെല്ലാവരും പോയി. അപ്പോൾ ഞാനുണ്ട്, ഉമ്മ, പിന്നെ ജാസിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയൊക്കെ പോകാനായിട്ട് പോകുന്നു. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അങ്ങനെ കേസ് നമ്മൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളതാ ഞാനും ജാസിൻ്റെ ഉമ്മായൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കെട്ടൊക്കെ നടക്കും, നിക്കാഹ് കഴിഞ്ഞ് അപ്പം താലികെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതാ നമ്മൾ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. നമുക്കത് എന്താണ് ഇടാൻ പറ്റത്തില്ല, കാരണം പാട്ടൊക്കെ ഇടുന്നതുകൊണ്ട് കോപ്പി റൈറ്റ് ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. കേസ് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ തീ കത്തുന്നുണ്ട് വീട്ടിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് ഞാൻ കത്തിച്ചതാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ കല്യാണത്തിന് പോയതുകൊണ്ടിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വന്നിട്ടാണ് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് മതിയല്ലോ, അങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ചക്ക എന്താണ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീസറിൽ ചക്ക അരിഞ്ഞിങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചക്ക എടുത്തിട്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് തേങ്ങയൊക്കെ അരച്ച് വീത്തി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ തേങ്ങയുടെ കൂടെ എന്താണ് മുളകും എല്ലാം കൂടിയൊക്കെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയൊക്കെ ഇട്ട് അരച്ച് വീത്തിയാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചും മഞ്ഞ കളറിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതാ കുറച്ച് മഞ്ഞളും കൂടി ഇടുവാണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും കുറച്ച് മഞ്ഞൾ മുന്നിൽ അതായത് കുറച്ചധികം ഇടണം. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിലും വലിയ കളറില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചയ്ക്കിന് എന്തായാലും കല്യാണത്തിന് പോയതുകൊണ്ടിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ മൺചട്ടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ. അപ്പം ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കൂട്ടാനും ബാക്കി ഇതിന് മുന്നേയൊക്കെ ഞാൻ അല്ലാത്ത പാത്രങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. കുക്കറൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മൺചട്ടിയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി അടുപ്പിൽ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പാണെങ്കിലും ഇടയ്ക്ക് ജസ്റ്റ് ആ പുകയൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ രസം വയ്ക്കുന്നുണ്ട്. അപ്പം പുളിക്കറി അല്ലെങ്കിൽ രസം എന്ന് പറയും. അപ്പോൾ രസം വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് എന്തൊക്കെയാണെന്നുള്ളത് റെസിപ്പിയൊന്നും എനിക്ക് കറക്റ്റ് സെപ്പറേറ്റ് കാണിച്ചു തരാൻ പറ്റിയില്ല, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ചുവന്ന ഉള്ളി, പിന്നെ ഉലുവ പൊടിച്ചത്, കുരുമുളക് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ കടുകിട്ട് വഴറ്റിയെടുത്തതാണ് സംഭവം. ബാക്കി മസാലപ്പൊടികളൊക്കെ ഇടാതിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ബാക്കി ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കിതിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പുളി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം 2-3 ദിവസത്തേക്കാണ്. അപ്പോൾ ഈ പുളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രസം എന്ന് പറയുമ്പോൾ മൺചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് 2-3 ദിവസം വെച്ചിരുന്ന് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അടിപൊളി ടേസ്റ്റാണത്. ഉലുവ പൊടിയൊക്കെ ഇട്ട് കായപ്പൊടിയൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ തന്നെ കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ ഒരു മണം വരുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് ഞാൻ വഴി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതാണ്. അപ്പോൾ കായം കുറച്ചും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കായം കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മളിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാബിലൊന്ന് വരണമായിരുന്നു. അപ്പോൾ നമ്മുടെ കുമ്മലിൽ തന്നെ ഒരു DDRC ലാബ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ലാബിൽ വന്നതാണ്. അപ്പോൾ ലാബിൽ വന്നതെന്ന് പറയുമ്പം കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ജുമാനാക്ക് തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ലാബിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് ലാബിൽ പോയിട്ട്, അതായത് തൊട്ട് മുകളിൽ തന്നെ വീടിൻ്റെ, അപ്പോൾ ലാബിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ എന്താണ് ജ്യൂസ് കുടിക്കുക. അപ്പം ഞാൻ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് അവക്കാഡോ ഇവിടെ വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ നോമ്പിന് വാങ്ങിയത്, അതായത് മുഹറം നോമ്പിൻ്റെ അന്ന് വാങ്ങിയതാണ്. സംഭവം പഴുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താണ് ജ്യൂസ് അടിക്കാം. അപ്പോൾ അവക്കാഡോ ജ്യൂസ് എങ്ങനെയാണ് അടിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി നമ്മൾ അവക്കാഡോ ജ്യൂസ് അടിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു അവക്കാഡോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവക്കാഡോ മതി. നമുക്ക് 4 പേർക്ക് എന്തായാലും കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഐസ്ക്രീമാണ്, വാനില ഫ്ലേവറാണ്. വാനിലയുടെ ഐസ്ക്രീമും അതുപോലെ തന്നെ അവക്കാഡോ, 1 ലിറ്റർ പാല് ഞാനിപ്പോൾ ഡയറക്റ്റ് എടുത്ത് ഒഴിച്ചതല്ല, തിളപ്പിച്ച് തണുത്തതിന് ശേഷമാണ് ഒഴിക്കുന്നത്. അതായത് പാല് തിളപ്പിച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അവക്കാഡോ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കത് എന്തായാലും ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ കുരു എടുത്ത് കളയണം. അപ്പോൾ വലിയൊരു കുരു ഉണ്ട് സംഭവം, അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അവക്കാഡോ ഇതിലേക്ക് സ്പൂണിന് എടുത്ത് ഇടാം. ഇപ്പോൾ ഞാൻ എന്തായാലും അവക്കാഡോ ഒരു സ്പൂൺ കൊണ്ടിട്ട് നല്ല പഴുത്തിട്ടുണ്ട്. ആ നന്നായിട്ട് പഴുത്തത് മാത്രമേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ തൊലിയിൽ ഒട്ടിയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് വഴിച്ചെടുക്കാം. അപ്പം തൊലിയിൽ ഒട്ടിയൊന്നും ഇരിക്കത്തില്ല. ഇത് നല്ല പഴുത്തത് കൊണ്ടിട്ട് തൊലി സെപ്പറേറ്റ്, അതിൻ്റെ പഴം വൃത്തിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അവക്കാഡോ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചസാര ഇടുന്നുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ പാല്, പിന്നെ വാനില ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പാൽപ്പൊടി ഓപ്ഷനാണ് പാൽപ്പൊടി ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയും കൂടി കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് പാല് വീത്തിയിട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു കട്ടിക്ക്, അതായത് ഒരു കുറുക്കൽ വരും. അത് നല്ല കട്ടിയായിട്ട് വരും. ഇപ്പോൾ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും നല്ല കട്ടിക്ക് വരും സംഭവം. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വാനില ഐസ്ക്രീം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കുറച്ചും കൂടി മധുരം കിട്ടും. അപ്പം നമുക്ക് ഷുഗർ കുറച്ച് ചേർത്താൽ മതി. ബാക്കി നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം മിൽക്ക് മെയ്ഡ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ ഷുഗർ, പിന്നെ വാനില ഐസ്ക്രീം, പാല്, പിന്നെ കുറച്ച് പാൽപ്പൊടി. അപ്പോൾ ഇതും കൂടിയൊക്കെ നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും അടിച്ചെടുക്കാം. അങ്ങനെ കേസ് നമ്മളെ ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത്. അപ്പം ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പം 4 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല കട്ടിയുണ്ടെന്ന് വെച്ചാൽ നല്ല കട്ടിയുണ്ട്, കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കാരണം അവക്കാഡോ കിട്ടുന്നുണ്ടെങ്കിൽ അവക്കാഡോ, പാല്, പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം, പാൽപ്പൊടി, പിന്നെ ഷുഗർ, പിന്നെ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ ചേർത്ത് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റാണിത്. അടിപൊളിയാണ് സംഭവം. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് വയറ് വയ്ക്കുന്നു, പിന്നെ വിശപ്പേ ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് നല്ല ഇതാണ്, സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അവക്കാഡോ ജ്യൂസ്. ഞാൻ ഗൾഫ് ഇക്കാരോടെ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും ഞാൻ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ അവക്കാഡോ എന്താണെന്നുള്ള സംഭവം എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഇത് കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത്, പിന്നെ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ട പപ്സും പിന്നെ ചിക്കൻ റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ജുമാന ഇവിടെ നിന്ന് മുടി ചെയ്യുന്നുണ്ട്. സംഭവം കുളിക്കാനായിട്ട് പോകുന്നു. അപ്പം 2 പേരും കൂടിയൊക്കെ അക്കോ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക എവിടെയാണ്. അപ്പം മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്ക എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇക്കയെ വീഡിയോയിൽ കാണാത്തതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. ഇക്ക ഗൾഫിലാണ്, ദുബൈയിലാണ്. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എല്ലാം ഞാൻ പിന്നെ വഴി പറഞ്ഞു തരാം. അങ്ങനെ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.